ഓഫീസ് ഉദ്ഘാടനവും ആദ്യ സംഭാവന സ്വീകരണവും സംബന്ധിച്ചുള്ള ചടങ്ങിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. പ്രിയ സുഹൃത്തുക്കൾ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഓഫീസിൻ്റെ മുൻപിൽ നിൽക്കുന്ന റഞ്ജിക്ക് ജേക്കബ് എന്നിവർ കൂടെ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അധ്യക്ഷൻ പത്തനംതിട്ടയുടെ ആരാധ്യനായ MP ശ്രീ ആന്റോ ആന്റണി, ഈ സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥിയും ഈ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനെത്തിയിരിക്കുന്ന രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ അവർ, തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡെൽസി സാം, കെ പ്രതാപ ചന്ദ്രവർമ്മ അവർ, ശ്രീ രഞ്ജി ജേക്കബ്, ശ്രീ ശ്രുതി AVS, ബഹുമാന്യനായ തിരുവല്ലയിലെ വിവിധ സംഘടനകളെയും പൗരസമിതികളെയും പ്രതികരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, ചീപ്പൻ മാപ്പിളയുടെ സ്മരണ നിലനിർത്തുന്നതിനും ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ കേരളത്തിലെ ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായിരുന്ന തിരുവല്ലയുടെ നഷ്ടപ്പെട്ട ഫുട്ബോൾ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുമാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് തിരുവല്ലയിലെ ഫുട്ബോൾ പ്രേമികളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് ഈ വർഷം മുതൽ കൊച്ചിപ്പൻ മാപ്പിളയുടെ നാമോദയത്തിൽ ഈ വർഷം സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റും വരും വർഷങ്ങളിൽ നാഷണൽ ലെവലിലേക്ക് ഉയർത്തപ്പെടേണ്ട ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റും തിരുവല്ലയിൽ നടത്തുന്നതിന് പ്രാഥമികമായ ആലോചനകൾ നടത്തുകയുണ്ടായി.
ഈ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി ഒട്ടനവധി കൂടിയാലോചന പരിപാടികളും തിരുവല്ലയിൽ നടക്കുകയുണ്ടായി. തിരുവല്ല കൊണ്ട് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിന് നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സമയത്തേക്ക് സുദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. യശസ്വരനായ കൊച്ചിപ്പൻ മാപ്പിളയെ ഈ വേദിയിൽ ഞാൻ ആർക്കും എടുത്തു പറയേണ്ട വിശേഷങ്ങളോട് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, അങ്ങനെ ഫുട്ബോൾ എന്ന കായിക രംഗത്തെ ഈ മധ്യതിരുവിതാംകൂറിൽ വേറിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ആ കായിക പ്രതിഭയെ ഓർമ്മിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നാമോദയത്തിൽ നടത്തുന്നതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ നാടിൻ്റെ അഭിമാനമായ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ സാറിനെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരനായ നമ്മുടെ MP ശ്രീ ആന്റോ ആന്റണി, ഇതിൻ്റെ സംഘാടക സമിതി നിരവധി തവണ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എല്ലാ സഹകരണവും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം 3 മണിക്ക് തന്നെ തിരുവല്ലയിലെത്തി. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹവും സഹായവും നമുക്കുണ്ട്. ശ്രീ ആന്റോ ആന്റണി MPയെ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുര്യൻ സാറിനെ ഹാരമണിക്കുന്ന ആന്റോ ആന്റണിയെ DFIക്ക് വേണ്ടി ശ്രീ രായപ്പൻ ഹാരമണിക്കും. നമ്മുടെ MLA ശ്രീ മാത്യു T. തോമസ് ആണ് ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ. കൊച്ചിപ്പൻ മാപ്പിളയുടെ ഒരടുത്ത സുഹൃത്ത് എന്നതിലുപരി തിരുവല്ലയുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം മുഴുവൻ സമയവും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ട്. ഈ പരിപാടി വിജയിപ്പിക്കേണ്ടതിൻ്റെ കൂടുതലായ ഉത്തരവാദിത്വം ചെയർമാൻ എന്നുള്ളത് അദ്ദേഹത്തിനാണ് എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി ശ്രീ മാത്യു T. തോമസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡെൽസി സാമുണ്ട്. തിരുവല്ല നഗരസഭയുടെ അധീനതയിലുള്ളതാണ് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം. ഈ പബ്ലിക് സ്റ്റേഡിയം ഈ നിലയിലാക്കുന്നതിന് അധ്യധ്വാനം ചെയ്ത വ്യക്തികളിൽ പ്രധാനിയാണ് ശ്രീ കൊച്ചിപ്പൻ മാപ്പിള എന്ന് ഏവർക്കും അറിയാം. ആ സ്റ്റേഡിയം നിലനിർത്തുന്നതിനും ഇത്തരത്തിലുള്ളൊരു വലിയ കായിക മത്സരം അവിടെ നടത്തുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കേരളത്തിലുടനീളം അറിയപ്പെടാൻ പോവുകയാണ്. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സഹകരണവും അതിനുണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശ്രീമതി ഡെൽസി സാമിനെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പ്രതാപചന്ദ്രവർമ്മ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, ദേശീയ നിർവാഹക സമിതി അംഗം എന്നുള്ള നിലയിൽ പ്രതാപേട്ടൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. ഏറ്റവും സന്തോഷത്തോടെ ശ്രീ പ്രതാപചന്ദ്രവർമ്മയെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഡോക്ടർ റിജിനോൾഡ് വർഗീസാണ്. കൊച്ചിപ്പൻ മാപ്പിളയ്ക്ക് ശേഷം ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഈ മത്സരം നടത്തുന്നതിന് ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്നത് ശ്രീ റിജിനോൾഡ് വർഗീസാണ്. ഇന്ന് രാവിലെ 6:30 മണി തൊട്ട് അദ്ദേഹം ഈ ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്. ശ്രീ റിജിനോൾഡ് വർഗീസിനെ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. റഞ്ജി സാറ് ഞാൻ പറയേണ്ട കാര്യമില്ല. റഞ്ജി സാറ് പത്തനംതിട്ട ജില്ലയിലെ കായിക പ്രേമികളുടെ അടുത്ത സുഹൃത്തും DFIയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുമാണ്. ഇതിൻ്റെ മുഖ്യ കോർഡിനേറ്റർ കൂടിയാണ്. രഞ്ജി ജേക്കബിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാമ്പത്തികം ഈ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് ആദ്യ ഫണ്ട് നൽകി ഇതിൻ്റെ സംഭാവന ഉദ്ഘാടനം ചെയ്യുന്നത് AVS ഗ്രൂപ്പിൻ്റെ AVS ബിൽഡേഴ്സിൻ്റെ സാരഥി ശ്രീ AVS സുധിയാണ്. സുധിയെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുൻ നഗരസഭാ അധ്യക്ഷൻ ശ്രീ ചെറിയാൻ പോളച്ചിറക്കിലുണ്ട്. മുൻ ചെയർമാൻ ശ്രീ ജയകുമാറുണ്ട്. അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി വ്യക്തികൾ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ M. സലീം അടക്കം 10 പേരുടെ പേര് എടുത്തു പറഞ്ഞാൽ പലരുടെയും വിട്ടുപോകും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. എല്ലാ പൗരപ്രമുഖരെയും കായിക പ്രേമികളെയും സംഘാടകരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന രാജ്യസഭാ ഉപാധ്യക്ഷനും ഈ സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയുമായ ബഹുമാനപ്പെട്ട PJ കുര്യൻ സാർ, ബഹുമാനായ പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഡെൽസി സാം, പ്രിയപ്പെട്ട പ്രതാപചന്ദ്രവർമ്മ, ഈ വേദിയിലുള്ള ശ്രീ റിജിനോൾഡ് വർഗീസ്, ശ്രീ സുധി എബ്രഹാം, പ്രിയപ്പെട്ട റഞ്ജി സാർ, ശ്രീ വർഗീസ് മാമൻ, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ ചെറിയാൻ പോളച്ചിറക്കൽ, ജയകുമാർ, വർഗീസ് ജോൺ, മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സലീം, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളെ, ഗുരുജനങ്ങളെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഞാൻ അല്പം വൈകിയതിന് വിജയിക്കുന്നത് പന്ത് കളിയുടെ
ഒരു മികവ് കൊണ്ട് അല്ല, ഈ കളി ദർശിക്കുവാൻ, ടൂർണമെന്റിലെ ഓരോ മത്സരം ദർശിക്കുവാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ തിരുവല്ല സ്റ്റേഡിയത്തിൽ എത്തിക്കുക എന്നതുകൂടി ഈ ടൂർണമെന്റ് വിജയത്തിന്റെ ഒരു മാനദണ്ഡമായി നാം സ്വീകരിക്കണം. രണ്ടുണ്ട് കാര്യം. ഒന്ന്, തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് വേണ്ടി കൊച്ചിപ്പൻ അർപ്പിച്ച മഹത്തായ സേവനങ്ങളെ സ്മരിക്കാനുള്ള ഒരു അവസരം കൂടി. സ്റ്റേഡിയം നിർമ്മാണ സമയത്ത് ഓരോ ലോഡ് മണ്ണിറക്കുന്നതിൻ്റെയും കണക്ക് എഴുതുകയും കൃത്യമായി കുറിക്കുകയും മരണം വരെയും ആ സ്റ്റേഡിയത്തിൻ്റെ നന്മ മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളിനെ സ്മരിക്കുമ്പോൾ ആ സ്റ്റേഡിയം പരമാവധി യൂട്ടിലൈസ് ചെയ്ത് ഗാലറി നിറയാൻ തക്കവണ്ണമുള്ള പ്രചരണം നമുക്ക് നൽകിക്കൊടുക്കാനാവണം. മാധ്യമ സുഹൃത്തുക്കൾ അതിനോട് സഹകരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ ആശയം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, ബഹുമാനായ MP ശ്രീ ആന്റോ ആൻ്റണി, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഡെൽസി സാം, ബഹുമാനപ്പെട്ട ശ്രീ പ്രതാപ് ചന്ദ്ര വർമ്മ, ബഹുമാനായ ശ്രീ റെജിനോൾഡ് വർഗീസ്, ബഹുമാനപ്പെട്ട ശ്രീ സുധി, ബഹുമാനായ ശ്രീ രഞ്ജി ജേക്കബ്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, നമ്മുടെ മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ ശ്രീ ചെറിയാൻ പൊളച്ചിറക്കൽ, ജയകുമാർ, വർഗീസ് ജോൺ ബാബു, വിനയ സമന്വയം പുറകിൽ പോയിരിക്കുകയാണ്, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളെ, ഫുട്ബോൾ പ്രേമികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വന്ദനം. ഈ തിരുവല്ലയിൽ ഒരു ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തണം എന്ന് തീരുമാനമെടുത്ത ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ആ ഫുട്ബോൾ മുമ്പിൽ പോയത് രണ്ട് കൈയും അദ്ദേഹം രണ്ട് കൈയിലും രണ്ട് ആയുധങ്ങൾ എടുത്തു. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. ആ രംഗത്ത് എന്തായാലും തിരുവല്ലക്കാർക്കും മതിരുനാങ്കുകാർക്കും കൊച്ചിപ്പൻ മാപ്പിളയുടെ ഈ സ്പോർട്സ് രംഗത്തെ, പ്രത്യേകിച്ച് ഫുട്ബോൾ രംഗത്ത് സംഭാവന കൊടുക്കാൻ കഴിയുന്നു. അയാളെ നാട്ടുകാരെല്ലാവരും ഇതിന് പിന്തുണ നൽകും എന്നാണ്. ഈ ഫുട്ബോൾ ടൂർണമെൻ്റ് ഇതുപോലുള്ള ഒരു ടൂർണമെൻറ്റുകളുടെ ഇത്തരം സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ പ്രത്യേകത നമ്മെ എല്ലാം കൂടി ഇത് ഒരുമിപ്പിക്കുമെന്നുള്ള, രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും പല വിഭാഗീയതകളിൽ ഭിന്നിച്ചു നിൽക്കുന്ന നമ്മെ അതിനൊക്കെ ഉപരിയായി ഒരുമിപ്പിക്കുവാൻ, നമ്മയൊക്കെ ഒരു പുതിയ ഡയമെൻഷനിലേക്ക്, പുതിയ തലത്തിലേക്ക് ഉയർത്തുവാൻ ഇതുപോലുള്ള കായിക സംരംഭങ്ങൾക്ക് കഴിയും. കലയ്ക്ക് യഥാർത്ഥത്തിലുള്ളത് മനുഷ്യരെല്ലാം ഒന്നിപ്പിക്കാൻ. ഇവിടെ MLA പറഞ്ഞു നമ്മുടെ സ്റ്റേഡിയത്തിൽ നിറച്ച ആളുകളെ കൊണ്ടുവരണം. മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാന മീറ്റിംഗാണ്. MLAയുടെ പാർട്ടിയുടെ ആണെങ്കിൽ MLA അത് പറയും, എൻ്റെ പാർട്ടിയുടെ ആണെങ്കിൽ ഞങ്ങൾ വേറെ പറയും, ഞാനും ആൻ്റോയും, നമ്മുടെ പ്രതാപ ചന്ദ്രവർമ്മയാണ് വേറെയാണ്, എല്ലാം വേറെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക്, മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ, മനുഷ്യരെ ഒരു ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇത്തരം സംരംഭങ്ങൾ സഹായിക്കും. അതാണ് എനിക്ക് പറയാം. അതുകൊണ്ട് തിരുവല്ലക്കാരെല്ലാവരും ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ പൂർണ്ണ പിന്തുണ നൽകണം. അതാണ് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. എന്നെ ഇതിൻ്റെ പേരിലാക്കി വെച്ചിരിക്കുക, ചീഫ് പേരിൽ. അതെ, MLA പറഞ്ഞു ഞാനും ആൻഡ്രോനൊക്കെ വന്ന് കണ്ടപ്പോൾ പൂർണ്ണ പിന്തുണ ഇതിന് നൽകിയെന്ന്. കാര്യം പിന്തുണ നൽകാതല്ല എന്ത് ചെയ്യാം, ഫുട്ബോൾ കളിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ ഫുട്ബോളിൻ്റെ ഒരു ഔട്ട് പറക്കുകയാണ്. നല്ല മിടുക്കന്മാരാളുകൾ കളിക്കുമ്പോൾ പോയി നിൽക്കുകയും പുറത്തോട്ട് വരുന്ന പന്തെല്ലാം എടുത്ത് ഒരു തട്ടുമാറ്റി. എന്നാൽ വോളിബോൾ ഞാൻ കളിച്ചിട്ടുണ്ട്. ഇന്ന് ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഒന്ന് കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത്
നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെ പുറകെ അല്ല പോകേണ്ടത്. അത് സായിപ്പന്മാർ കൊണ്ട് തന്ന കളിയാണ്. അവിടെ ആണ് അതിൻ്റെ കൂടുതൽ. എന്താ നാം അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? നാം ജോലി ചെയ്തു, അതിൽ ഫുട്ബോളും വോളിബോളും എല്ലാം ഹോക്കിയും എല്ലാം വരും. ക്രിക്കറ്റ് പരാതിയില്ല. പക്ഷെ ഞാൻ പറയാൻ വരുന്നത് ക്രിക്കറ്റിനേക്കാൾ നമ്മുടെ നാടിൻ്റെ മണമുള്ളതാണ്. പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിക്കും. അതുകൊണ്ട് ഈ ഫുട്ബോളിനെയും വോളിബോളിനെയും എല്ലാവരും ക്രിക്കറ്റ് പ്രേമികളായിരിക്കുകയാണ്. എൻ്റെ കൊച്ചിപ്പൻ മെമ്മോറിയൽ ടൂർണമെൻറ്റ് സഹായിക്കണം. അടുത്ത വർഷം ഇത് നാഷണൽ ടൂർണമെൻ്റായിട്ട് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞാൻ ആശംസിക്കുന്നു. ഈ വർഷം വളരെ വിജയപ്രദമായി ഇത് നടത്താൻ എല്ലാ സഹായവും നാട്ടുകാരെല്ലാം ചെയ്യണം. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടായിരിക്കുമെന്ന് അറിയിക്കട്ടെ. ഒരു പ്രശ്നമേ എനിക്ക് കേട്ടപ്പോൾ തോന്നിയുള്ളൂ. രാജ്യസഭ നടക്കുമ്പോഴാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ള ഒറ്റ കുഴപ്പമേ എനിക്കുള്ളൂ. രാജ്യസഭ നടക്കുന്ന സമയത്ത് രാജ്യസഭയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അത് നോക്കൂടാ. ഇനിയാണെങ്കിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. എത്രയും പ്രിയങ്കരനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ഇന്ന് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച നമ്മുടെ നാടിൻ്റെ അഭിമാനമായ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊഫസർ PJ കുര്യൻ സാർ, പ്രിയങ്കരിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡെൽസി സാർ, സ്നേഹനിധിയായ വർഗീസ് മാമൻ, പ്രിയങ്കരനായ പ്രതാപചന്ദ്രവർമ്മ, സ്നേഹനിധിയായ ND ജേക്കബ്, സുധി, മുനിസിപ്പൽ മുൻ ചെയർമാൻമാരായ പ്രിയങ്കരനായ ബാബുചായൻ, ചെറിയാമ്പോളച്ചെറിക്കൽ, ജയകുമാർ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പ്രിയങ്കരനായ സലീം, മറ്റ് രഞ്ജി കെ ജേക്കബ്, എൻ്റെ ജനറൽ കൺവീനർ റെജിനോൾഡ് വർഗീസ്, മറ്റ് മുനിസിപ്പൽ കൗൺസിലർമാരെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, തിരുവല്ലയ്ക്ക് കായിക രംഗത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കൊച്ചിപ്പൻ മാപ്പിളയുടെ സ്മരണ നിലനിർത്തുന്നതിന് ഒരു ഫുട്ബോൾ മേള ഇവിടെ ഔപചാരികമായി ആരംഭിക്കാൻ പോവുകയാണ്. കൊച്ചിപ്പൻ മാപ്പിള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിനപ്പുറം എൻ്റെ ഒരു അടുത്ത കുടുംബ ബന്ധു എന്ന നിലയിലാണ് എനിക്കുള്ള അടുത്ത് അദ്ദേഹത്തിൻ്റെ. കൊച്ചിപ്പൻ മാപ്പിള പത്തനംതിട്ട ജില്ലയുടെ കായിക രംഗത്തിന് ദീർഘകാലം നേതൃത്വം കൊടുക്കുന്ന കുര്യൻ സാർ എൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് കഴിഞ്ഞിരിക്കുക. എന്നിൽ അർപ്പിതമായ ചുമതല ഇതിനു വേണ്ടിയുള്ള ആദ്യത്തെ ഫണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഒരു ചെറിയ റിസ്ക് ഉണ്ട്. കാരണം ആദ്യം ഫണ്ട് ഏറ്റുവാങ്ങുകയും ഫണ്ടിന് എന്തെങ്കിലും കുറവ് വരികയും ചെയ്താൽ പിന്നെ ഇത്തരത്തിലുള്ള ചടങ്ങിന് വിളിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മത്സരത്തിന്
അതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ നമ്മുടെ MLA മാത്യു ടി തോമസ് അവർ, ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ രാജ്യസഭ അധ്യക്ഷൻ കുര്യൻ സാർ അവർ, നമ്മുടെ പ്രിയങ്കരനായ MP ആൻ്റണി അവർ, പ്രതാപേന്ദ്ര സാർ വർമ്മ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഫുട്ബോൾ പ്രേമികളെ, സംഘാടകരെ, എൻ്റെ സ്നേഹമുള്ളവരെ, കൊച്ചിപ്പൻ സാറിൻ്റെ സഹധർമ്മിണി ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്, മുൻ ചെയർമാന്മാരെല്ലാവരും ഉണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കൊച്ചിപ്പൻ മാപ്പിള ഫുട്ബോൾ ടൂർണമെൻറ്റിന് പേര് കൊടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. തിരുവല്ലയെ ഏറെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ ഫുട്ബോൾ പ്രേമികളെ ഏറെ സ്നേഹിച്ചിരുന്ന, തിരുവല്ല സ്റ്റേഡിയത്തിന് വളരെയധികം കഷ്ടപ്പെട്ട, നമ്മുടെ എല്ലാവർക്കും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൊച്ചിപ്പൻ സാർ. ഇന്നും മരിക്കാത്ത ഓർമ്മകളുമായി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു അദ്ദേഹത്തെ. ഒരു ഫുട്ബോൾ മേള, നമ്മുടെ ഫുട്ബോൾ മത്സരം ആരംഭിക്കുകയാണ്. ഇപ്പോൾ കേരളമാണ് നാളെ നാഷണൽ തലത്തിലേക്ക് ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമുക്ക് തുടർച്ചയായ നിരവധി വർഷങ്ങൾ കൊണ്ട് മറ്റ് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന തരത്തിൽ ഒരു നല്ല ഫുട്ബോൾ മത്സരവേദിയായി മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് ജനങ്ങളുടെ സഹകരണം വേണം. ഇപ്പോൾ MLA സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ സഹകരണം നല്ലവണ്ണം വേണം, കാണാനും വേണം. എല്ലാ തരത്തിലും ഫുട്ബോൾ വേണം. കോഴിക്കോടും മലപ്പുറം ഒക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടില്ലേ, അതൊക്കെ മാറി തിരുവല്ലയും ഫുട്ബോൾ രംഗത്തേക്ക്, ആ ഭൂപടത്തിലേക്ക് വരക്കം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ആദ്യ കാൽവയ്പിൽ എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ ഇതിനോട് സഹകരിച്ച് ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ വേദിയിലും ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കാരെയും കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ടൂർണമെൻ്റ് ഒരു വിജയത്തിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഈ സഹകരണവും സന്തോഷവും എക്കാലത്തും ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഞ്ജി സാർ ഇപ്പോൾ നന്ദി രേഖപ്പെടുത്തും. തുടർന്ന് ബഹുമാനപ്പെട്ട PJ കുര്യൻ സാറ് നാടമുറിച്ച് ഓഫീസിലേക്ക് ആദ്യത്തെ പ്രവേശനം നടത്തുന്നതായിരിക്കും. ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MP ശ്രീ കുര്യൻ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഫുട്ബോൾ പ്രേമികളെ, സുഹൃത്തുക്കളെ, ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും ഫുട്ബോൾ അസോസിയേഷൻ്റെ നാമത്തിൽ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ബ്രോഷറും റിലീസ് ചെയ്യുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ ഇന്നെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ ചെയർമാൻ ചെറിയാൻ പുറത്തേക്കലിനെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടക ബഹുമാനപ്പെട്ട എന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അന്തോൺ സാറ്, വേദിപുരുഷായനം യുവതികളെ മേലെ സുഹൃത്തുക്കളെ, കൊച്ചിപ്പൻ മാത്രം മെമ്മോറിയൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ തിരുവല്ലയിൽ വെച്ച് നടക്കുന്നതിനോട് വേണ്ടി പല ദിവസങ്ങളിൽ നമ്മുടെ പല യോഗങ്ങൾ കൂടുകയും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോവുകയും നമ്മുടെ സ്വാഗതം പറഞ്ഞ് കൂടുതൽ സമയമെടുക്കുന്നില്ല. കാരണം ഇന്നലേക്കും മറ്റുള്ളവർക്കൊക്കെ പല സ്ഥലങ്ങളിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ലോകപ്രകാശനമാണ് നടത്തുന്നത്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാത്യു തോമസാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അന്തോൺ സാറാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. പ്രോഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ MLA ആണ്. ബഹുമാനപ്പെട്ട MLA മാത്യു ജോൺസന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. വേദിയിൽ എത്തിയിരിക്കുന്ന പ്രൊഫസർ വർഗീസ് ജോർജ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് സനൻ ഇവിടെയുണ്ട്. സനന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ CPM-ന്റെ താലൂക്ക് പ്രസിഡന്റ് സെക്രട്ടറി ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. ഇതിന്റെ സംഘാടകരുടെ കൺവീനറുമായ റിജോർഡ് ബോറിസിന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. ഇതിന്റെ കമ്മിറ്റിയുടെ അംഗമായ നമ്മളെല്ലാവരും ഓരോ പേര് താക്കോലിന് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഭാരവാഹികളുടെ ഇതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരു അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് അധികം സമയം ഞാൻ എഴുതുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അന്തോൺ സാർ ഉൾപ്പെടെയുള്ളവർക്ക് വളരെയധികം തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും ചുരുങ്ങിയവാകും എന്റെ കർത്തവ്യം നിർവഹിച്ചുകൊള്ളാം. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ടൂർണമെന്റിനെ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, ഒരു മോറൽ സപ്പോർട്ട് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ ഏവർക്കും വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ വിവിധ സബ് കമ്മിറ്റികളിലായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ ആ സബ് കമ്മിറ്റികൾ കൂടി എത്രയും പെട്ടെന്ന് ഇതിന്റെ പരിപാടികളുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടൂർണമെന്റിന് സാമ്പത്തികം നേടിയെടുക്കുന്നതിന് ഈ വേദിയിൽ ഇരിക്കുന്ന ഏവരുടെയും സഹായം ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ഓർഗനൈസേഷൻ ലെവലിലും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചാൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൊച്ചിപ്പന്റെ നാമധേയം അദ്ദേഹത്തിൽ നിന്നും വേറെ ജില്ലയിൽ നിന്ന് വരികയും അത് മരിക്കാത്ത ഓർമ്മകളായിട്ട് നമ്മോടുകൂടി നിലനിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടായാൽ സാധിക്കുകയുള്ളൂ. അടുത്ത വർഷമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസംബർ 21-ാം തീയതി നടക്കുന്ന ഫൈനൽ മത്സരം തീരുന്നത് വരെ ഇതേ ആവശ്യത്തോടുകൂടി എല്ലാവരും കൂടെ നിന്ന് സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അഡ്വക്കേറ്റ് അനന്തഗോപൻ സാറിനെ രണ്ടു വാക്ക് സംസാരിച്ച് ലോഗോ റിലീസ് ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റിനാണ് ഇവിടെ രൂപപ്പെടുന്നത്. അത് ഈ വർഷം ഏറ്റവും ഭംഗിയായി ചിട്ടയോടുകൂടി ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണത്തോടും വിജയകരമായി നടത്തുന്നത്. അത് ഈ വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു ചടങ്ങായി നമുക്ക് മാറ്റാൻ
എല്ലാ വർഷവും ഇത്തരം ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ഇപ്പോൾ തന്നെ അതിനാവശ്യമായ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടൽ നടത്തിപ്പോയാൽ നമുക്ക് കൃത്യമായി തന്നെ എല്ലാ വർഷവും നടത്താൻ കഴിയും. കൊച്ചി പെരുമാറ്റയുടെ സ്മരണ നിലനിർത്തുന്ന ഒരു സംരംഭം അക്ഷരാർത്ഥത്തിലൊരു കായിക പ്രതിഭയെ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നടത്തുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അതിൽ നമുക്ക് സാമ്പത്തികമായി വലിയ പ്രയാസം ഉണ്ടാകുന്ന യാതൊരു പ്രതീക്ഷയില്ല. അതിനിവിടെ ഇതിനോട് സഹകരിക്കാൻ അതിന് സഹായിക്കും ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിലും മുന്നോട്ട് വരുന്നതിൽ നമുക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ആശിക്കുന്നത് ഈ പരിപാടി വിജയകരമായി തന്നെ നമുക്ക് ആപ്പാക്കാൻ കഴിയും. ആ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും ഒത്തുകൊണ്ടുള്ള സഹായവും സഹകരണവും അത് തീർച്ചയായും വിജയിക്കുന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ ചടങ്ങിൽ നിങ്ങളെല്ലാം അനുഭവിക്കും. ഈ ഫുട്ബോൾ മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Roji. ടൂർണമെന്റിന്റെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ടൂർണമെന്റിനെ പറ്റി പറയാനുള്ളതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏതാണ്ട് നമുക്കുണ്ടായിരുന്ന സദസ്സ് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഈ ടൂർണമെന്റ് ശ്രീ കൊച്ചി പെരുമാത്ര കായിക ലോകത്തിലും ഇതിലുണ്ടായിട്ടും ചെയ്ത നല്ല സേവനങ്ങൾക്ക് ഒരു ശാശ്വത സ്മാരകമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ബ്രോഷർ റിലീസ് ചെയ്തിട്ട് ഞാൻ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ
ഇതിലേക്ക് നമ്മുടെ ഈ ലോഗോ പ്രകാശനം ചെയ്ത ഡോക്ടർ പ്രകാശ് വേദിയിലുള്ള ആദരണീയരെയും പ്രിയപ്പെട്ട കൊച്ചിക്കന്മാരുടെ ഫുട്ബോൾ ടൂർണമെന്റ് വിജയികളായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ലക്ഷ്യം നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകൻ കളിക്കാരൻ നമ്മുടെ പ്രിയ നേതാവ് അദ്ദേഹത്തോടുള്ള സ്നേഹം, ആദരവ്, ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അതിന്റെ ലക്ഷ്യം നേടുന്നതിന് എല്ലാവരുടെയും പരിപൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വിജയകരമാക്കി സഹകരിച്ച മുഴുവൻ പേരോടും മറ്റു വാക്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. നന്ദി. മീറ്റിംഗ് അവസാനിക്കുകയാണ്. ഇത് രണ്ട് കളിയുണ്ടോ റോജി? ഒറ്റ കളി ആണോ? പോലീസും ഫോട്ടോസും. കേരള പോലീസും ഫോട്ടോസും. കേരള Call upon the Kerala police team players to come back. Along with the other invitees, they are moving towards the flag, and the flags will be hoisted in no time. The District Football Association flag and the tournament flag will both be raised at the same time by Renji K. Jacob, Vice President of the Kerala Football Association, the KFA flag, and Dr. Reginald Burgess, the District Football Association flag. Flag hoisting is taking place now. On the right is the KFA flag, and on the left, the District Football Association flag. Renji K. Jacob, KFA Vice President, raises the KFA flag, and Dr. Reginald Burgess, the District Football Association flag.
teams will be taken to the play. പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ള പോലീസും തമ്മിലാണ്. ആ കളിക്കാരെ ഇപ്പോൾ സെൻറ്റർ ഓഫ് ദ ഫീൽഡ് പിച്ചിൻ്റെ സെൻറ്ററിലേക്ക് നയിക്കുന്നതാണ്. ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, നമ്മുടെ പ്രിയങ്കരനായ MLA ഇപ്പോൾ വെൽക്കം സ്പീച്ച് നടത്തുന്നതായിരിക്കും. ടൂർണമെൻറ്റിൻ്റെ വെൽക്കം സ്പീച്ച്. ബഹുമാനായ ശ്രീ ആന്റണി MP, വേദിയിലുള്ള തിരുവല്ലയുടെ അഭിമാനം ശ്രീ ബ്ലസ്സി, മുൻ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ചെറിയൻ പോളച്ചിറക്കൽ, ശ്രീ ജയകുമാർ, പുതുക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഈപ്പൻ കുര്യൻ, ശ്രീ പ്രതാപചന്ദ്ര വർമ്മ, ശ്രീ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ഈ പരിപാടിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റെജിനോൾഡ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, KI കൊച്ചിപ്പൻ മാപ്പിള മെമ്മോറിയൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒന്നാമത്തെ ടൂർണമെൻറ്റ് മത്സരം എന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ സ്റ്റേഡിയം നിർമ്മാണത്തിലും തിരുവല്ലയുടെ കായിക വളർച്ചയിലും ശ്രീ KI കൊച്ചിപ്പൻ മാപ്പിള അർപ്പിച്ചിട്ടുള്ള മഹത്തായ സേവനങ്ങൾ ഞാൻ ഇത്തവണത്തെ സ്മരിക്കുകയാണ്. കൊച്ചിപ്പൻ മാപ്പിളയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു പ്രണാമമാണ് ഈ ഫുട്ബോൾ ടൂർണമെൻ്റ് എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഇതിനുവേണ്ടി ടൂർണമെൻ്റ് നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അധ്വാനം ചെയ്ത KFAയുടെയും ഈ സംഘാടക സമിതിയുടെയും എല്ലാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഭാരവാഹികളെയും ഞാൻ അങ്ങേയറ്റം അനുമോദിക്കട്ടെ. ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ആന്റണിയാണ്. സംഘാടക സമിതിയുടെ രക്ഷാധികാരി കൂടിയാണ് ശ്രീ ആന്റണി. അധ്യക്ഷനായ ശ്രീ ആന്റണിയെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മൈതാനം ഇന്ന് ടൂർണമെൻറ്റിനായി തുറന്നു നൽകിയത് നമ്മുടെയൊക്കെ അഭിമാനമായ ശ്രീ ബ്ലസ്സിയാണ്. ബ്ലസ്സിയെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ ചെറിയൻ പോളച്ചിറക്കലും ജയകുമാറും ഈ വേദിയിലുണ്ട്. ഇരുവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കാൻ വേണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഡെൽസി സാം, ശ്രീ അഡ്വക്കേറ്റ് R സനൽകുമാർ, ശ്രീ പ്രതാപചന്ദ്ര വർമ്മ എന്നിവരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഈപ്പൻ കുര്യനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടൂർണമെന്റിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം ഈ മത്സരം ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ അസൗകര്യമുണ്ട്.
ഇതിൻ്റെ ഹാഫ് ടൈം സമയത്ത് ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിർവഹിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഈ ടൂർണമെന്റ് സമിതിയുടെ പേരിലും ഈ നാട്ടിലുള്ള എല്ലാവരുടെയും തിരുവല്ല ജനാവലിയുടെ പേരിലും ആദരപൂർവ്വം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക്, ഈ ടൂർണമെന്റ് ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംഘാടക സമിതി അംഗങ്ങൾ, മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ഈ ടൂർണമെന്റിന് വിവിധ തരത്തിൽ സ്പോൺസറിംഗ് നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, ടൂർണമെന്റിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ടീം അംഗങ്ങൾ, കായിക പ്രതിഭകൾ, കായിക പ്രേമികൾ, പ്രിയപ്പെട്ട കൊച്ചിപ്പൻ മാപ്പിളയുടെ കുടുംബാംഗങ്ങൾ, എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Now the team players will be introduced to the chief guest of the day, Sri Anto Anthony, Honorable Member of Parliament. He will be escorted by Sudhi, Dr. Reginald, A.G. Samuel Balan and Verghese Matthew. Samuel Balan and Verghese Matthew will take the chief guest to be introduced to their respective players. Melvin, Saratlam, Sharif, Rahul, Anish, Ramji, Feroz, Jimshad, Nishad, Atik Pramal, Vitisa, Jonish Roy, Anup, Abhijit, Prashant, Simon, and Rickson Paul. Captain is Mark Masood and coach Xavier. And the Cochin Port Trust team is captained by Jibin C. Cherian, Sibi Xavier is goalkeeper, Sunir number 6, Jibin Cherian, Rincho Anthony, Sanand, Sani, Biju, Ansar, Ruminin, Eldo Stani, Sudhir, Ashwit, Anuj, Sajesh Rajan, Damon Augustine, Sri Kumar, Eldos Paul, and Rahul Abam. Captain once again. Field the play. ഇപ്പോൾ വലതുവശത്ത് ചുമപ്പ് വരുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു കാഴ്ച
കാണികൾ പിന്നെയും ഫെൻസിങ്ങിനടുത്ത് പോയി നിൽക്കുന്നത് ഒരു കാരണവശാലും അനുവദനീയമല്ല. ദയവായി പുറകോട്ട് മാറുക. വേലിക്കരികിലേക്ക് നീങ്ങി നിൽക്കുന്ന കാണികൾ പുറകോട്ട് മാറിയേ പറ്റുള്ളൂ. ഇവിടെ വിശിഷ്ട അതിഥികൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ കളി കാണാനായിട്ട് പ്രയാസപ്പെടും. പ്ലീസ് മൂവ് ബാക്ക്, ഓൾ ഓഫ് യു സ്റ്റാൻഡിങ്. ഞങ്ങളെല്ലാം എടുക്കണേ, എല്ലാം വർക്ക് ചെയ്യണം. നമ്മൾ ജീവിലൊക്കെ വരട്ടെ. ആ സാബു ഞാനും കണ്ടില്ല, ഞാനിവിടെ ഇല്ല.
എന്നാടാ ക്ഷീണമാണോ? അവനെ മറിച്ചിടാൻ അല്ല, അവൻ പറയുന്ന അവനെ മറിച്ചിടാൻ. Shit. Oh, അതെന്താ പണി. കളി നല്ല കളിയാണ്. ആ അതാണ്. അല്ല ഞാൻ അല്ല എനിക്ക് ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ പോകണം. ഉമ്മൻചാണ്ടി വന്ന ഉടനെ. ഇത്രയും